നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലപ്പള്ളി കുണ്ടായിയിൽ പാടികൾക്ക് സമീപം കാട്ടാനയിറങ്ങി പരിഭ്രാന്തിക്കിടയാക്കി. 3 പാടികൾക്ക് പുറകിലും സമീപത്തെ ജുമാ മസ്ജിദിന്റെ പറമ്പിലും കൃഷി ചെയ്ത വാഴകളും കവുങ്ങുകളും കാട്ടാന നശിപ്പിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ എയ്യാൽ സ്വദേശി പരംജ്യോതി പടിഞ്ഞാറേതിൽ PK വിനയകുമാറിനാണ് പരിക്കേറ്റത്. വടക്കേക്കാട് കച്ചേരിപ്പടി തൃക്കണമുക്ക് ക്ഷേത്രത്തിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പെരുമ്പടപ്പ് കണ്ടബസാർ സ്വദേശി അലി, നിയാസ്, ഷാജിദ, പഴഞ്ഞി സ്വദേശി ആലിങ്ങൽ വീട്ടിൽ ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് കോമ്പാത്ത് ശ്രീകുമാറിന്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ഒഡീഷ സ്വദേശി പ്രതാപ് ബെഹ്റയാണ് പിടിയിലായത്. വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. വെങ്കിടങ്ങ് കൈതമുക്ക് സ്വദേശി ചക്കനാത്ത് വീട്ടിൽ സവാദ് ഹംസയെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി ചെറുവാളൂർ പാടത്തിന് സമീപം വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. ആളപായമില്ല. പുളിക്കക്കടവ് റോഡിൽ ചെറുവാളൂർ പാടശേഖരത്തിൽ നിന്നും വൈക്കോൽ കയറ്റിപ്പോയ ലോറിക്കാണ് തീപിടിച്ചത്. സർക്കാർ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തൃശൂർ കോർപ്പറേഷൻ ലംഘിക്കുന്നതായി കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയേൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ജീപ്പാണ് ബീക്കൺ ലൈറ്റ് വെച്ച് ചീറിപ്പായുന്നത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ താൽക്കാലിക വളയം ബണ്ട് പൊട്ടിയ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി നിർമ്മാണത്തിലെ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് കോൺഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി പ്രൊജക്ട് സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി മേച്ചേരിയിൽ നടത്തിയ പതാക ദിനം പ്രോജക്ട് സെക്രട്ടറി ശ്രീജ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയിൽ നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനിയിൽ SIയെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ 1-ാം പ്രതിയെ ചാവക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. വെളിയങ്കോട് സ്വദേശി കൊളത്തേരി സാദിഖിനെയാണ് ചാവക്കാട് നിന്നും ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റൂർ മേരി മാതാ ദേവാലയത്തിൽ റിവൈവൽ ഫയർ എന്ന പേരിൽ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ മാർച്ച് 5-ന് വൈകിട്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ നടത്തിവരുന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ നിന്ന് മാറി നിന്ന് CPM ജനപ്രതിനിധികളും പ്രാദേശിക നേതാക്കളും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൊണ്ടാഴിയിലെ CPM പഞ്ചായത്ത് മെമ്പർമാരുമാണ് ചടങ്ങിൽ നിന്ന് മാറി നിന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയും അഴിമതിയും തട്ടിപ്പും നടത്തുകയും ചെയ്ത 17-ാം വാർഡ് കോൺഗ്രസ് മെമ്പർ MC ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ സൗഹൃദ നഗറിലെ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് 22 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജാഥകളും തുടർന്ന് പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ സംഗമവും നടത്തി. പഞ്ചായത്തിലെ തകർന്ന ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ജനവാസ കേന്ദ്രങ്ങളിൽ പുതിയ ടാർ റോഡുകൾ നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അരിമ്പൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സ്പർശം വയോസേവനത്തിനായുള്ള വെബ് ആപ്ലിക്കേഷന്റെ പ്രഖ്യാപനം നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു.
ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ മികവുകൾ ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചു. മുരിയാട് പഞ്ചായത്ത് അംഗം കെ വൃന്ദാകുമാരി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. മുരിക്കുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടരുന്നു. ഗണപതി ഹോമം, തിലഹോമം, സായുജ്യ പൂജ, കാൽകഴുകി ചൂട്ട് എന്നിവ നടന്നു. മറാഠ രാജവംശത്തിലെ മാൾവ രാജ്യത്തെ മഹാറാണിയായിരുന്ന രാജമാതാ അഹല്യാബായ് ഹോൾക്കറുടെ ജന്മശതാബ്ദി തൃശൂരിൽ ആഘോഷിച്ചു. RSS ദേശീയ നേതാവ് ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശാവർക്കർമാർ സംസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമരക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്ന് അറിയിച്ചുള്ള ഉത്തരവ് കത്തിച്ചുമായിരുന്നു പ്രതിഷേധം. പാലിയേക്കര ചേന്തംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് 4 ആഘോഷിക്കും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് സംഘടിപ്പിച്ചുവരുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ 50ാം സൗജന്യ മെഗാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ക്യാമ്പിൽ വിവിധ രോഗനിർണയ പരിശോധനകൾ സൗജന്യമായി നടത്തും. പത്മശ്രീ ജേതാവ് IM വിജയനെ തൃശൂർ പൗരാവലി സുവർണ ബോൾ നൽകി ആദരിക്കും. തൃശൂർ വാക്കേഴ്സ് ക്ലബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് മാർച്ച് 4 ആദരവ് ഒരുക്കുന്നത്. ചാവക്കാട് തിരുവത്രയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോഹനൻ രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. KPCC വക്താവ് സന്ദീപ് വാര്യർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 1 മുതൽ ഫെയർ മീറ്റർ ചാർജ് മാത്രമേ വാങ്ങാവൂവെന്ന സർക്കാർ നയം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS വടക്കാഞ്ചേരി ജോയിന്റ് RT ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവിങ്കിടം ഉദ്ഘാടനം ചെയ്തു. മതിലകം സ്പോർട്സ് അക്കാദമി ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ കഥകളിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ താന്യം സ്വദേശിനി കൃഷ്ണനന്ദയെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ അനുമോദിച്ചു. ലഹരിമുക്ത വള്ളത്തോൾ നഗർ ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് നടത്തി. ചെറുതുരുത്തി കെച്ചിൻ പാലത്തിന് സമീപമുള്ള ഹാപ്പിനെസ് പാർക്കിൽ നടന്ന ക്യാമ്പ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ രോഗനിർണയ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ഏകദിന മെഗാ ക്യാൻസർ പരിശോധന ബോധവൽക്കരണ ക്യാമ്പ് ഞായറാഴ്ച തൃശൂർ അശ്വിനി ആശുപത്രിയിൽ നടക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ദേശീയ ശാസ്ത്ര ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ആൽക്കലി ആസിഡ് പ്രവർത്തനത്തിലൂന്നിയ മഷി കൊണ്ടെഴുതി ശാസ്ത്രദിനം ഉദ്ഘാടനം ചെയ്തു. ഭാര്യ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 4 വർഷവും 1 മാസവും തടവിനും 21,500 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പുതുരുത്തി സ്വദേശി തേർമടം വീട്ടിൽ ജോൺസണെയാണ് തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് K. കമനീസ് ശിക്ഷിച്ചത്. തിരൂർ ശ്രീ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ കുംഭവേല മാർച്ച് 2, 3, 4 തീയതികളിൽ വിപുലമായി ആഘോഷിക്കും. കുംഭമാസത്തിലെ രേവതി, അശ്വതി, ഭരണി ദിവസങ്ങളിൽ പ്രശസ്ത മേളപ്രമാണിമാർ നയിക്കുന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ 7 ആനകളെ വീതം എഴുന്നള്ളിപ്പിക്കുന്ന പൂരവും തുടർന്ന് വേലയാഘോഷങ്ങളും നടക്കും. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി കുന്നുംപറമ്പിൽ 42 വയസ്സുള്ള ഷാബിൻ ഗഫൂറാണ് മരിച്ചത്. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണത്തിനായി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു.
മലപ്പുറം വട്ടേക്കാട് യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വട്ടേക്കാട് ആലുംപറമ്പ് പള്ളിക്കടുത്ത് മരക്കാർ വീട്ടിൽ യൂനസിന്റെ ഭാര്യ 27 വയസ്സുള്ള ഷബ്നയാണ് മരിച്ചത്. വേനൽ കനത്തതോടെ നൂറടിത്തോട് വറ്റിത്തുടങ്ങി. കാട്ടേക്കാമ്പാൽ പോർക്കുളം മേഖലയിലെ പുഞ്ചകൃഷിക്ക് വെള്ളമെത്തുന്നത് നൂറടിത്തോട്ടിലൂടെയാണ്. വേനലാരംഭത്തിൽ തന്നെ തോട്ടിലെ വെള്ളം വറ്റുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. മാർച്ച് 1 മുതൽ മീറ്റർ ഇല്ലാത്തതും പ്രവർത്തിക്കാത്തതുമായ ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രയെന്ന സ്റ്റിക്കർ പതിക്കണമെന്ന നിർദ്ദേശം സാങ്കേതികമായി അംഗീകരിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് INTUC. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന്റെ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഇന്നു തന്നെ തുക അക്കൗണ്ടിലേക്കിടാൻ ധാരണയായി. ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത ഓട്ടോ തൊഴിലാളികൾ പാവറട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ആശാവർക്കർമാരോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സർക്കാർ ഉത്തരവ് കത്തിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 30 ലക്ഷത്തിന്റെ വീട് 20 ലക്ഷമാക്കി എന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി. ഒരുമനയൂർ പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ ബജറ്റ് അവതരിപ്പിച്ചു. 22,40,823 രൂപ വരവും 22,21,15,000 രൂപ ചെലവും 19,63,823 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ചാവക്കാട് നഗരസഭയിലെ പുതിയറ 30ാം വാർഡ് കൗൺസിലർ KK മുബാറക്കിന്റെ നേതൃത്വത്തിൽ ചാലിൽ ബീവുത്താക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ താക്കോൽദാനം നിർവഹിച്ചു. തിരുവില്ലാമല വില്ലാമലയിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.